എൻ്റെ ഈ ഉത്സാഹവും പ്രസരിപ്പും കാണുമ്പോൾ തന്നെ അറിയാമല്ലേ എന്തോ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യത്തിനാണ് പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര ഒരുങ്ങിയിട്ട് ഒരു തൃപ്തി, ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ മാത്രം ഒരുങ്ങിയാൽ പോരല്ലോ. ജസ്റ്റിയേ, ജസ്റ്റി എവിടെ? ജസ്റ്റി 3:45 കേട്ടോ. ഇപ്പൊ തപ്പുന്നത് നെൽക്കട്ടറാണോ? ഈ പോകാൻ നേരം എൻ്റെ ദൈവമേ 4:00 അവിടെ ചേർന്ന ഈ പോകാൻ ജസ്റ്റ് ഈ പോകാൻ നേരമാണോ പല്ലും നഖവും മുടിയും താടിയൊക്കെ വെട്ടുന്നേ? ഇതൊക്കെ ഒരു നേരത്തെ കാലത്തെ കണ്ടറിഞ്ഞ് ചെയ്യരുതോ? പലതിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തല്ലി ഉടമ്പി കിടക്കുന്ന ഒരു മനുഷ്യൻ. കണ്ടോ, പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾ സെറ്റ്. ഇവിടെ ഒരാള് ഇപ്പൊ നഖം വെട്ടുന്നതേ ഉള്ളൂ. നഖം നിങ്ങൾ കാണണം, നഖം വെട്ടുന്നതേ ഉള്ളൂ. നഖം നിങ്ങളുടെയൊക്കെ വീട്ടിലെ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ ആദ്യം ഒരുങ്ങുന്നതെന്ന് കമന്റ് ചെയ്യണം. ആണുങ്ങൾക്ക് അപമാനമായിക്കൊണ്ടാണ് ജസ്റ്റ് ഒരുത്തൻ ഇവിടെ ഒരുങ്ങുന്നതേ ഉള്ളൂ. ഞാൻ ഇന്നലെ കുളിച്ചാ, അതൊക്കെ കുളിച്ചോ? അത് പക്ഷെ അതിന് മുമ്പ് താടി വടിക്കുക, നഖം വെട്ടുക, പിന്നെ ഷർട്ട് തേക്കാൻ പോവാ. ഏത് ഈ ടീഷർട്ടോ മുതലാക്കുവാനോടാ സജി? കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് അത് തന്നെ ഇട്ടോണ്ടല്ലേ. അങ്ങനെ എല്ലാത്തിനെയും ചവിട്ടി കൂട്ടി വണ്ടിയെ കയറി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ നമ്മുടെ ജസ്റ്റിമോ നന്നായിട്ട് ഇട്ട് ഉഴപ്പുവേ. അതാണ് ഈ കാണുന്നത്. ശരിക്കും ഞങ്ങൾ എവിടെ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലേ. ഞങ്ങൾ മാത്രമല്ല, നമ്മളെല്ലാവരും കൂടെ ഒരു ഗ്യാങ് ആയിട്ട് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഇതൊരു ഫാമിലി ട്രിപ്പാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിരുന്നു ഈ കണ്ടതല്ല കേട്ടോ. ഞങ്ങളെ കണ്ട ചേച്ചി നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കാം. എന്താ ഇങ്ങോട്ട് നോക്കിട്ടോ, നോക്കുന്ന കേട്ടോ. ഞങ്ങളെ കണ്ടോ, ഞങ്ങളെ കണ്ടോ, ഞങ്ങളെ കണ്ട. ഇത് നോഹയുടെ പെട്ടകം പോലിരിക്കുന്നല്ലോ ഉണ്ടാക്കുന്നുണ്ട്. ഹലോ ഗായ്സ്, ഇതാണ് കിലുക്കത്തിൽ രേവതിക്ക് വരാം അഭിനയിക്കാത്ത ഭ്രാന്തി. എന്റെ പേര് രംഗണ്ണൻ. രംഗണ്ണൻ ആ രംഗണ്ണനല്ല, മറ്റേത് ആ രംഗണ്ണന്റെ കൂടെ അമ്പാൻ. ഇപ്പോൾ ഏകദേശം ഒരു ധാരണയായി കാണുമല്ലോ നമ്മുടെ ട്രിപ്പ് എന്ത് ട്രിപ്പാണെന്നുള്ളത്. നമ്മളെല്ലാവരും കൂടെ ഒരു ട്രിപ്പാണ് പോകുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെറീനയുടെ അവിടെ നിന്ന് യാസ് മെറീനയുടെ അവിടെ നിന്നായിരുന്നു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെയും നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ആരാന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന, ICUവിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻസിൻ്റെ ഒരു ഗ്രൂപ്പാണിത്. ഇന്ത്യൻസിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ ഇന്ത്യൻസും നമ്മളോട് ജോലി ചെയ്യുന്ന എല്ലാവരും ഇല്ല. ബിക്കോസ് ഒരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു സീറ്റ് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ആദ്യം പേര് കൊടുക്കുന്ന 60 പേർക്കെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുള്ളായി. അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒന്നും നമുക്ക് ഈ ഒരു ട്രിപ്പിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മളെല്ലാ പ്രാവശ്യവും നമ്മുടെ ICUവിൽ നിന്ന്, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളിങ്ങനെ ഫാമിലിയായിട്ട് അല്ലാതെയും നമ്മളൊരു 3-4 മാസമൊക്കെ കൂടുമ്പോൾ മിക്കപ്പോഴും ഒരു ഗ്യാതറിങ് ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു ട്രിപ്പായിരിക്കും, ഒരു ഫീൽഡ് ട്രിപ്പായിരിക്കും, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഗ്യാതറിങ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓണാഘോഷം പോലുള്ള എന്തെങ്കിലും ഫംഗ്ഷൻ ആയിരിക്കും. അപ്പം മിക്കപ്പോഴും ഞങ്ങൾ ഇങ്ങനെയൊക്കെ കൂടുന്നതാണ്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രിപ്പായിട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ പെട്ടെന്ന് പേര് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലായിരുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് സീറ്റൊക്കെ ഫുള്ളായിപ്പോയി. നമ്മുടെ ഈ ട്രിപ്പ് സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് മെറീനയെന്നാണെങ്കിലും എൻഡ് ചെയ്ത് എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. കാരണം അകത്തെ ബഹളങ്ങളും കാര്യങ്ങളും ഒക്കെ കാരണം ശരിക്കും എവിടം വരെ ചെന്നു എന്ന് ഓർക്കുന്നില്ല. അങ്ങനെ കടലിൽ കൂടെ കോർണിഷൻ്റെ അതുവഴി അങ്ങനെ പോയിന്ന് മാത്രമേ ഓർക്കുന്നുള്ളൂ. ഇനിവേ തിരിച്ച് വന്നത് മെറീനയിലാണെന്നറിയാം. അത് കൂടുതലൊന്നും ഇനിയും അറിയത്തില്ലെന്നല്ല, ശ്രദ്ധിച്ചില്ലെന്ന് വേണം പറയാനായിട്ട്. ശരിക്കും ഒരു അടിപൊളി ഒരു ട്രിപ്പായിരുന്നു, ഒരു അടിപൊളി വ്യൂ ആയിരുന്നു. ഈവനിങ് ടൈമും കൂടെ ആയതുകൊണ്ടേ നല്ല രസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അബുദാബിയിൽ ചൂടൊക്കെ തുടങ്ങിയെങ്കിലും വലിയ ചൂടൊന്നും നമ്മൾ പോയപ്പോൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റി. ഇനിവേ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റിമോനായിട്ട് കുറച്ച് സെൽഫിയൊക്കെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റിക്ക് വലിയ എന്താ പറയുക, ഒരു വികാരമില്ലാതെ ജസ്റ്റ് ഇവിടെ നിൽപ്പുണ്ട്. ജസ്റ്റ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പല ട്രിപ്പിലും എൻ്റെ കൂടെ അങ്ങനെ വരാറില്ല. എനിക്കൊന്ന് ഒരു പ്രാവശ്യം മാത്രം, ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളുടെ ICUവിൻ്റെ ഗ്രൂപ്പിനൂടെ ജസ്റ്റ് വരുന്നത് തന്നെ. പല പ്രാവശ്യം ജസ്റ്റ് ഏതെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് ജസ്റ്റ് തടി തപ്പും. ഈ പ്രാവശ്യം എന്നാലും ജസ്റ്റ് മസ്റ്റായിട്ട് പിടിച്ചുകൊണ്ട് പോയി. കാരണം ജസ്റ്റ് ഇല്ലാത്തപ്പോഴാണ് ഞാൻ പേര് കൊടുത്തത്. അതുകൊണ്ട് ജസ്റ്റിക്ക് ഒഴിയാൻ പറ്റിയില്ല. അത് തന്നെയല്ല, അന്ന് ജസ്റ്റിക്ക് ജോലിയൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അല്ലെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ജസ്റ്റ് മുങ്ങിയേനെ. ഇനിമേ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനെയൊക്കെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാനൊരു കാര്യം നോട്ട് ചെയ്തത്. ഞങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് ബ്ലൂ ആയിട്ടൊക്കെ, ഞാനും അത് ജസ്റ്റ് ചെയ്തേ കൊച്ചു അത് ഇനിവേ പറഞ്ഞിട്ടൊന്നുമല്ല, കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ചു പോയതാണ്. ഇനിവേ ഞങ്ങളുടെ കളർ മാച്ചിങ്
എനിവേ അങ്ങനെ ട്രിപ്പൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ മറന്നു. നമ്മൾ എന്താ പറയുക, യാട്ടിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ല ചായയും കാപ്പിയും നല്ല കടികളൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുന്നത്, പരിപ്പുവട, പിന്നെ പഴംപൊരി, പരിപ്പുവടയല്ല സോറി, പഴംപൊരി ഉണ്ടായിരുന്നു. പിന്നെ നല്ല ബീഫ് കട്ട്ലേറ്റും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല, പുറത്ത് വീഡിയോ എടുത്ത് വായി നോക്കി നടന്നുകൊണ്ട് അതൊക്കെ വിട്ടുപോയി. നമ്മുടെ ഫ്രണ്ട്സുണ്ട്, നമ്മുടെ പിള്ളേരുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ഫാമിലി ഉണ്ട്. എല്ലാവരും ഒത്തിരി ഒന്നും ആൾക്കാരുടെ ഫാമിലി ഇല്ല, കുറേയൊക്കെ ആൾക്കാരുടെ ഫാമിലി ഉണ്ട്. അങ്ങനെ നമ്മൾ ശരിക്കും എന്താ പറയുന്നത്, അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. ഇനി ഒരിക്കൽ കൂടെ സത്യം പറഞ്ഞാൽ ഒരു യാത്ര ട്രിപ്പ് കൂടെ വരാൻ ശരിക്കും ആഗ്രഹിക്കുക. അതുപോലെ നമുക്ക് ശരിക്കും പറയണേൽ ചെറിയ ചെറിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് ഇനി പോകാൻ നിങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ പോകാൻ പറ്റിയൊരു ട്രിപ്പ് കേട്ടോ യാത്ര ട്രിപ്പ്. ഈ ഒരു ഫോട്ടോയുടെ പ്രത്യേകത, ഈ ഇരിക്കുന്ന ബോയ്സ് മുഴുവൻ ഞങ്ങളുടെ ജോലി ചെയ്ത ബോയ്സ് ആട്ടോ. ഇതാണ് ഞങ്ങളുടെ ആൺപട, ഞങ്ങളുടെ ജോലി ചെയ്യുന്നത്. ഈ ഒരു ഫോട്ടോ ഇതാണ് നമ്മൾ ഒന്നിച്ച് ജോലി ചെയ്യുന്ന, നമ്മുടെ SKMസിൽ ഒന്നിച്ച് ICയിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സ്റ്റാഫെല്ലാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങളുടെ എല്ലാ സ്റ്റാഫും ഇല്ല, ഇതിനകത്ത് ഫാമിലി ഇല്ല, നമ്മൾ ജോലി ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ വരാത്തവരെല്ലാം ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ദൈവനുഗ്രഹിച്ച് ഇനിയും നമുക്ക് ഒരു പ്രാവശ്യം ട്രിപ്പ് പോകാമെന്ന് വിചാരിക്കുന്നതിനേക്കാളും വലിയൊരു യോട്ടൊക്കെ വാടകയ്ക്ക് എടുത്ത്. അത് തന്നെയല്ല, ഒരു ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രമായിട്ട് എല്ലാവർക്കും കൂടെ ഒന്നും പോകാൻ പറ്റത്തില്ല, കാരണം ജോലിക്ക് ആൾക്കാർ വേണ്ടേ അല്ലേ. സോ അങ്ങനെയും കൂടെ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. എനിവേ നമ്മൾ നന്നായിട്ട് ട്രിപ്പ് എൻജോയ് ചെയ്തു, അടിച്ചു പൊളിച്ചു. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. ഞങ്ങളുടെ പല ട്രിപ്പിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ മാത്രം ഇങ്ങനെയൊക്കെ പോകുന്നതെന്ന്. അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ, ഞങ്ങൾ ശരിക്കും നമ്മുടെ ആകെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഒരു എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പോകുന്ന ട്രിപ്പാണ് കേട്ടോ. കാരണം നമ്മുടെ ടൈറ്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസ്, നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആകെ എൻജോയ് ചെയ്യുന്നത് നമ്മൾ വല്ലപ്പോഴും പോകുന്ന ഈ ഒരു ട്രിപ്പുകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഞങ്ങളെല്ലാവരും ഇതുപോലുള്ള ട്രിപ്പ് വരുമ്പോൾ മാക്സിമം പോകാൻ ശ്രമിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. ദംഷാട്സും ഫൺ ഗെയിംസും പിള്ളേർക്ക് ഗെയിംസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. 3 minutes you have to guess the movie. എല്ലാവർക്കും കപ്പൽ നദി
ആരെ ഹൈറ്റ് കുറച്ചാ Remember when you bought at this night, even till you saw you on. I stole and got you, but you were like me, what you want? Now girl, I talk about the യൂട്യൂബറെ സൂക്ഷിക്കുക. എല്ലാത്തിനെയും വിറ്റ് ഞാൻ കാശാക്കും. ആരാ വേണ്ടത്? ആരാ വേണ്ടെന്നാണ് ശരിക്കും ഡാൻസും പാട്ടും ബഹളവും ഫണ്ണും എനിക്കറിയില്ല എല്ലാമായിട്ട് നമ്മുടെ അങ്ങനെ അന്നത്തെ ഒരു ഈവനിങ് അങ്ങ് തീർന്നു. നമ്മുടെ യാട്ട് ട്രിപ്പ് പെട്ടെന്ന് തീർന്നു പോലെ തന്നെ തോന്നി കേട്ടോ. ശരിക്കും അടിച്ചു പൊളിച്ചെന്ന് പറഞ്ഞാൽ അടിച്ച് തിമർത്തെന്ന് തന്നെ പറയാം. ഇങ്ങോട്ട് നോക്കി ഒരാളെ കണ്ടോ, ഡാൻസ് ഇല്ല, പാട്ടില്ല, ബഹളമില്ല, ഒന്നുമില്ല. ഇതാണ് നമ്മുടെ ജസ്റ്റ് മോൻ. അത് ഓരോരുത്തരുടെ ക്യാരക്ടർ അല്ലല്ലേ, നമുക്ക് അങ്ങനെ ചെയ്യണമെന്നൊന്നും ഓരോരുത്തരെ ആരും നിർബന്ധിക്കാൻ പറ്റത്തില്ലല്ലോ. എനിവേ അതായിരിക്കും ജസ്റ്റിയുടെ കംഫോർട്ട്. ഇതായിരുന്നു ഫുഡ്. അവസാനം ഫുഡോടുകൂടി ഞങ്ങളുടെ പരിപാടി തീർന്നു. ഇത് കുറേ ഫുഡൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാ ഫുഡിനും ഒന്നും ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ മടുത്തു, എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ യാത്ര ട്രിപ്പ് ഇവിടെ തീർന്നു. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണുന്നത് വരേക്കും ബൈ.